പ്രിയമുള്ളവരെ, സൂപ്പർ സൂപ്പർ സ്റ്റുഡിയോ സൂപ്പറാവട്ടെ. നമ്മുടെ നാസറാക്കിയിട്ടും തുടങ്ങിയ ഒരു സംരംഭമാണ്. നാസറാക്കാൻ നമുക്കറിയാം, മഠത്തിൽ നാസറാക്ക ലാബുകളൊക്കെ നടത്തുന്ന നമ്മുടെ നാസറാക്ക, അതുപോലെ തന്നെ ഷാഹുലും, ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മുടെ നയന കണ്ണാശുപത്രിക്ക് തൊട്ടപ്പുറത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. ഫോട്ടോസ്റ്റാറ്റ്, കളർ ഫോട്ടോ, ലാമിനേഷൻ, അതുപോലെ വാട്സപ്പ് കൂടിയൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഉഷാറാക്കി തരും. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ, അവരുടെ രണ്ടുപേരുടെയും ഉമ്മയും ഉപ്പയൊക്കെ പാടെ കൂടിയിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രത്യേക അതിഥിയായിട്ട് വന്നുള്ളത് ആരാറിയങ്ങൾ, നമ്മുടെ കേരളാങ്കുണ്ടിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച റിസ്വാൻ, ആ ബോളടിച്ച റിസ്വാനാണ് അതിന് പ്രത്യേക അതിഥിയായിട്ട് എത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ സിത്താര കരുവാരക്കുണ്ട്, പുന്ന ഇരിങ്ങാട്ടറിയത്തെ. അപ്പോൾ സിത്താരയും വന്നിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒരു ആദരച്ചടങ്ങും നടത്തി, മൊമെൻറ്റോ കൊടുത്തു. അപ്പോൾ നമുക്ക് നാസറാക്കും ഷാവുലൊക്കെ പറയുന്ന കാര്യങ്ങൾ. കേരളാങ്കുണ്ട് വെള്ളച്ചാട്ടത്തിലെ അതിമനോഹരമായ ഒരൊറ്റ ഫുട്ബോൾ കിക്ക് കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെട്ട റിസ്വാൻ നമ്മുടെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് റിസ്വാൻ ആശംസകൾ അർപ്പിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സംബന്ധിക്കുവാൻ ഈ നാടിന് വേണ്ടി എത്തിയ റിസ്വാന് കരുവാരകുണ്ടിന്റെ ഒരുപാട് സ്നേഹം അറിയിച്ചുകൊണ്ട് വേദിയിലേക്ക് റിസ്വാനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സൂപ്പർ സ്റ്റുഡിയോന്റെ എൻ്റെ എല്ലാവിധ ആശംസകളും. സ്റ്റുഡിയോ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, ഫ്രെയിം, ഇതിൻ്റെ കച്ചവടം ഇവിടെ നടക്കണം. അപ്പോൾ എല്ലാവരും ഇതിന് സഹകരിക്കുക. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമ്മൾ ഉദ്ഘാടനം, അതുപോലെ തന്നെ റിസ്വാന്റെ ഓൻ്റെ ഒരു വൈറ്റും കാര്യങ്ങളും വേളയൊക്കെ കണ്ടു. ആ രമ്മമാർ ഉദ്ഘാടനം ചെയ്യണ കണ്ടു. ഇനി നമുക്ക് വേണ്ടത് ഈ സ്ഥാപനത്തിന്റെ ശരിക്കും ഓണർമാർ, ഒന്ന് നമ്മുടെ നാസറാക്കയാണ്, അതുപോലെ തന്നെ ഷാഹിദ്. അപ്പൊ എന്താണ് ഷാഹിദിനോടും അതുപോലെ ഷാഹിദിനും നാസറാക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഈ സൂപ്പർ സ്റ്റുഡിയോ പേരെന്നെ സൂപ്പർ എന്നാ കൊടുത്തേക്കണം. അപ്പൊ അതിനെ കുറിച്ച് കണ്ട് അവർ രണ്ടാളുകളും ഇതിന്റെ ഒരു അഭിപ്രായം എന്ന് ചോദിക്കുക, പറയാല്ലേ? അപ്പൊ ഞാൻ മൊബൈൽ ക്യാമറ അവരിലേക്ക് തിരിക്കാം. അതന്നെ, ചില ആൾക്കാർ ഷാഹിന്ന് വിളിക്കും, ചില ആൾക്കാർ പലതും വിളിക്കുന്നറിയില്ല. എത്ര ഞാൻ ഒരുപാട് വർഷമായി. ഒരുപാട് വർഷം പറഞ്ഞാൽ ഏകദേശം നമ്മളത് 10ാം ക്ലാസ് കഴിഞ്ഞ മുതൽക്ക് നമ്മൾ ഈ സ്റ്റുഡിയോ ഫീൽഡിലുണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ കുറച്ചു കാലം സൗദി പോയി, അവിടെ TV ചാനൽ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ പ്രവാസം നിർത്തി നാട്ടിലെത്തി. ഞാൻ നേരത്തെ എന്താ ചോദിച്ചത്, എന്താ സൂപ്പർ സ്റ്റുഡിയോ എന്നതാണ് കാരണം അല്ലേ? സൂപ്പർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും, ഒരാളെ നല്ലൊരു കാര്യം, ഒരു ഫോട്ടോ എടുത്താൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടാൽ നമ്മൾ എന്താ ആദ്യം ഇഷ്ടപ്പെട്ട പറയാം, സൂപ്പർ ആയിക്കണം, അടിപൊളിയാക്കണം. അപ്പോൾ അതിനാണ് അതിന്റെ കാരണം. നമ്മൾ സ്റ്റുഡിയോ ഫീൽഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പിന്നെ വാക്കാ തന്നെയാണ് സൂപ്പർ. സൂപ്പർ ആയിക്കണം, അടിപൊളിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ സ്റ്റുഡിയോ തന്നെ ഉണ്ട്. നമ്മളെ പേര് തന്നെ സൂപ്പർ ഉണ്ട്, ബാക്കി കാര്യങ്ങൾ അതേപോലെ തന്നെ സൂപ്പർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വെഡ്ഡിങ് വർക്കുകൾ, വീഡിയോ വർക്ക്, സ്റ്റിൽ, ആൽബം, എല്ലാം വെഡ്ഡിങ് നമുക്ക് ഒരുപാട് പുതിയ സ്റ്റുഡിയോ ആണല്ലോ, നമ്മൾ തുടങ്ങാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെഡ്ഡിങ്ങിന് നമുക്ക് എൻക്വയറീസ് വരുമ്പോൾ തീർച്ചയായിട്ടും പുതുതായി വരുന്ന ഫസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന കുറച്ച് എൻക്വയറീസ് ഉണ്ടാവും. എന്തായാലും അവർക്കൊക്കെ നമുക്ക് തീർച്ചയായും നല്ല അടിപൊളി ഓഫറിൽ ആൽബം ആണെങ്കിലും വീഡിയോ വർക്ക് ആണെങ്കിലും സ്റ്റിൽ വർക്ക് ആണെങ്കിലും എന്താണെങ്കിലും തീർച്ചയായിട്ടും പിന്നെ ഒരു നല്ലൊരു അടിപൊളി ഓഫറിൽ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഫ്രെയിംസുകളുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ബാക്കി കാര്യങ്ങളാണ് സ്റ്റുഡിയോക്ക് ചാടാൻ ഞാൻ ഒരു 10-20 വർഷം സൗദിയിൽ വീഡിയോഗ്രാഫർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് പിന്നെ ലാബിലേക്കാണ് തിരിഞ്ഞത്. എനിക്ക് 2 ലാബ് ഉണ്ട്. പിന്നെ സ്റ്റുഡിയോ ഇങ്ങനെ എൻ്റെ സുഹൃത്തും എൻ്റെ ബന്ധുക്കാരനും കൂടിയാണ്. അപ്പോൾ ഓനെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റുഡിയോ കൂടി തുടങ്ങാൻ തീരുമാനിച്ചു. പഴയ പരിപാടി വീണ്ടും ചാലു ആക്കാൻ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. അതെ. പിന്നെ ഞങ്ങളെ സ്റ്റുഡിയോയിൽ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്, ലാമിനേഷൻ ഉണ്ട്, കളർ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്, അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഔട്ട്ഡോർ എല്ലാ പിന്നെ വീഡിയോസ്, ഫോട്ടോസ് എല്ലാം ചെയ്തു കൊടുക്കും, ആൽബം ചെയ്തു കൊടുക്കും. അമാന ഗോൾഡിന്റെ തൊട്ടടുത്താണ് നമ്മളെ ലൊക്കേഷൻ ഉള്ളത്. നയന കണ്ണ ഹോസ്പിറ്റലില്. പിന്നെ രജിസ്റ്റർ ഓഫീസിന്റെ ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു മേഖല, ഒരു നല്ലൊരു ഏരിയ കിട്ടിയപ്പോ ഞങ്ങള് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. അല്ല, എന്റെ പേരെ ശരിക്കും എവിടെയാണ്?
കേരള സ്റ്റേറ്റ് പേര് നമ്മൾ ചോദിച്ചില്ല, കേരള സ്റ്റേറ്റ് നാസ്രാക്ക് നമ്മളെ ചുള്ളിയോടാണ്, നമ്മളെ അയലോക്കത്താണ്. ഏതായാലും ഇവർ രണ്ടുപേരും ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഞാൻ നമ്പർ ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സ്ഥലം പയക്കാനൊന്നുമില്ല. നമ്മുടെ നയന കണ്ണാശുപത്രിന്റെ തൊട്ട് ചാരിയിട്ടുള്ള ബിൽഡിങ്ങിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ രജിസ്റ്റർ ഓഫീസിന്റെ ഒക്കെ പള്ളിന്റെ ഒക്കെ സൈഡിൽ രജിസ്റ്റർ ഓഫീസിന്റെ നേരെ മുന്നിലായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ പേര് പോലെ തന്നെ സൂപ്പർ ആവട്ടെ എന്ന് ആശംസിക്കാം നമുക്ക്. അപ്പൊ ഏതായാലും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. കാരണം ഒന്ന് പരീക്ഷ നോക്കാം, എന്താ അവിടെ പോയോക്കാം, എങ്ങനെയുണ്ട് ഓഫറും കാര്യങ്ങളും, എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് അറിയണമെങ്കിൽ ഇവിടെ വന്ന് നോക്കി തന്നെ വേണം. അതിനാണ് ഈ നമ്പർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തു. അടുത്ത വീഡിയോയിൽ നന്ദി, നമസ്കാരം.